കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എൻ രാമചന്ദ്രൻ്റെ മകൻ ഇന്ന് കാശ്മീരിലെത്തും. മക്കളുടെയും ചെറുമക്കളുടെയും മുന്നിൽ വെച്ചാണ് രാമചന്ദ്രന് നേരെ ഭീകരർ വെടിയുതിർത്തത്. തിങ്കളാഴ്ചയായിരുന്നു കൊച്ചി ഇടപ്പള്ളിയിൽ നിന്ന് കുടുംബസമേതം രാമചന്ദ്രൻ കാശ്മീരിലേക്ക് പുറപ്പെട്ടത്. വിവരങ്ങളുമായി സുധീഷ് ചേരുന്നു. സുധീഷ്, കൂടുതൽ വിവരങ്ങൾ. വിനോദ്, തിങ്കളാഴ്ചയാണ് ഈ പറഞ്ഞ പോലെ ഭാര്യയ്ക്കും മകൾക്കും മകളുടെ 2 കുട്ടികൾക്കുമൊപ്പം രാമേന്ദ്രൻ കാശ്മീരിലേക്ക് പോയത്. ഹൈദരാബാദ് വഴി വിമാനം മാർഗമാണ് കാശ്മീരിലെത്തിയത്. അവിടെ കുതിര സവാരിക്കായി ഇറങ്ങിയപ്പോഴാണ് അപകടമുണ്ടാകുന്നത്. തോക്ക് ചൂണ്ടിക്കൊണ്ട് പേര് ചോദിക്കുകയും അതോടൊപ്പം തന്നെ മുസ്ലിം പ്രാർത്ഥന ചൊല്ലാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. അതിന് തയ്യാറാകാഞ്ഞതോടെ വെടിയുതിർക്കുകയായിരുന്നു എന്നതാണ് മകളിൽ നിന്നും ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം. മകൾക്ക് നേരെയും തോക്ക് ചൂണ്ടിയിരുന്നു. എന്നാൽ അത്ഭുതകരമായി അവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചു എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ മൃതദേഹം ശ്രീനഗറിലെത്തിക്കുമെന്നും അവിടേക്ക് ചെല്ലണമെന്നുമാണ് മകനടക്കം നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. ഭാര്യയും മകളും 2 കുട്ടികളും കാശ്മീരിൽ ഈ ആക്രമണം നടന്ന സ്ഥലത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്. അവർ സുരക്ഷിതരാണ് എന്ന് ഇന്നലെ വൈകിട്ടോടെ തന്നെ വിവരം ലഭിക്കുകയും ചെയ്തിരുന്നു. അവിടെ സമീപത്തെ ഒരു ഹോട്ടലിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു ആദ്യഘട്ടത്തിൽ. അതിനുശേഷമാണ് കൂടുതൽ സൈനികരും പോലീസും എല്ലാം എത്തി അവിടം ഒരു സുരക്ഷിതമാക്കിയത് എന്നതാണ് മകൾ ഫോണിൽ ബന്ധുക്കളെ അറിയിച്ചിരുന്നത്. ഇവിടെ വളരെ സജീവമായി പൊതുപ്രവർത്തനമൊക്കെ നടത്തി വന്നിരുന്ന ആളാണ് രാമേന്ദ്രൻ. വിദേശത്ത് ജോലി ചെയ്തിരുന്നു. വിദേശത്തു നിന്നും മടങ്ങിയെത്തിയ ശേഷവും വളരെ സജീവമായി NSSൻ്റെ പ്രവർത്തനം, അതോടൊപ്പം തന്നെ ദേവംകുളങ്ങര ക്ഷേത്ര കാര്യങ്ങളിലും എല്ലാം ഇടപെട്ട് പ്രവർത്തിച്ചിരുന്നു. ആദ്യകാല സ്വയം സേവകൻ എന്ന നിലയിൽ ചെറുപ്പകാലം മുതൽ സജീവമായി രംഗത്ത് ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. 1992 ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ഈ ഡിവിഷനെ പ്രതിനിധീകരിച്ച് മത്സരിക്കുകയും ചെയ്തിരുന്നു BJPയിൽ നിന്നും. ആ രീതിയിലെല്ലാം സജീവ പ്രവർത്തനമായി രംഗത്തുണ്ടായിരുന്ന വ്യക്തി കൂടിയാണ്. ഇപ്പോഴും ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിലും മറ്റും പ്രവർത്തിച്ചു പോരുന്ന ഒരു ആൾ കൂടിയാണ്. സമീപവാസികളുമായി എല്ലാം വലിയ സഹകരണം. അതിലുപരി ഏതൊരു കാര്യത്തിനും ആര് വിളിച്ചാലും അപ്പോൾ ഓടിയെത്തുന്ന ആ ഒരു പ്രകൃതക്കാരൻ കൂടിയായിരുന്നു രാമേന്ദ്രൻ എന്നതാണ് ഈ സമീപവാസികളെല്ലാം ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോഴായാലും അദ്ദേഹത്തെ ഓർത്തെടുത്തത്. ആ രീതിയിൽ വളരെ ഈ പ്രദേശവാസികൾക്കെല്ലാം ഒരു ഞെട്ടലുണ്ടാക്കുന്നതാണ് ഈ ഒരു വാർത്ത വന്നത്. തിങ്കളാഴ്ച ഈ അയൽവാസികളോടൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാശ്മീരിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാണ് പോയത്. ഈ അവധിക്കാലം ആഘോഷിക്കുക എന്ന ലക്ഷ്യത്തോടെ പോയതാണെങ്കിൽ പോലും അതൊരു വലിയ ദുരന്തമായി മാറുകയായിരുന്നു. 2 ചെറുമക്കളുണ്ട്. അവർക്കും സ്കൂൾ അവധിയായതും കൊണ്ടും മറ്റും മകളും നാട്ടിലുണ്ടായിരുന്നു. ആ ഒരു സന്തോഷത്തിലാണ് പോയത്. മകൻ വിഷുവിന് വന്നിട്ട് ബാംഗ്ലൂരിലെ ജോലി സ്ഥലത്തേക്ക് മടങ്ങിയതായിരുന്നു. ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നാണ് മകൻ ശ്രീനഗറിലേക്ക് എത്തുന്നത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് ഉച്ചയോടെ കൂടി തന്നെ ശ്രീനഗറിൽ എത്തിച്ചേരും. ഇതിൻ്റെ അവിടെ നിന്ന് മൃതദേഹം വിട്ടുകിട്ടുന്നതിനുള്ള തുടർ നടപടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഇവിടെ നിന്നും അറിയാൻ സാധിക്കുമെന്നതാണ് ബന്ധുക്കളും മറ്റും പറയുന്നത്. എപ്പോഴത്തേക്ക് മൃതദേഹം വിട്ടുകിട്ടും എന്നതിലടക്കം അവിടെ നിന്നും അറിയിപ്പ് ലഭിക്കണം എന്നതാണ് ബന്ധുക്കൾ വ്യക്തമാക്കുന്നത്. ഇന്നലെ വൈകിട്ടോടെ തൃപ്പൂണിത്തറയിൽ താമസിക്കുന്ന അമ്മയുടെ സഹോദരിയെ വിളിച്ചാണ് മകൾ ഈ കാര്യം ആദ്യം അറിയിക്കുന്നത്. അതിനുശേഷം മറ്റു ബന്ധുക്കളിലേക്കും വിവരമെത്തുകയായിരുന്നു. ഓരോ ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ വലിയ ഒരു ഞെട്ടൽ തന്നെയായിരുന്നു. അതിലുപരി വലിയ ഒരു നൊമ്പരമായി മാറി എന്നതാണ്. ആഘോഷത്തിനായി പോയപ്പോൾ സമീപവാസി തന്നെ നമുക്ക് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ക്യാമറയ്ക്ക് മുമ്പിൽ സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ കൂടി അദ്ദേഹം പറഞ്ഞതും ഈ ഒരു യാത്ര അത് ഇത്രയും ഇതായിട്ട് ഇങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് കലാശിക്കുമെന്ന് അറിഞ്ഞിരുന്നില്ല. അദ്ദേഹവും ഹൈദരാബാദിലോ മറ്റോ പോയിട്ട് വന്ന് ഞായറാഴ്ചയാണ് കണ്ട് സംസാരിച്ചിരുന്നു. എപ്പോൾ കണ്ടാലും വളരെ സൗഹൃദമായി സംസാരിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു. തിങ്കളാഴ്ച രാവിലെ ആണ് ഇവിടെ നിന്നും യാത്ര തിരിച്ചത് എന്നതാണ് പ്രദേശവാസികളൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളതും. ഭാര്യയ്ക്കും മകൾക്കും ചെറുമക്കൾക്കും ഒപ്പമാണ് അവിടേക്ക് പോയത്. ഹൈദരാബാദ് വഴിയായിരുന്നു യാത്ര. വിമാനമാർഗമാണ് കാശ്മീരിൽ എത്തിച്ചേർന്നതും. അവിടെ വെച്ച് വളരെ പെട്ടെന്നായിരുന്നു ഇത്തരമൊരു ആക്രമണം ഉണ്ടായതെന്നാണ് പറഞ്ഞത്. അവിടെ ഇവർ പുറത്തിറങ്ങി കുതിരസവാരിക്കായി തയ്യാറെടുക്കുമ്പോഴായിരുന്നു ഭീകരർ ചാടി വന്നത്. ആദ്യം അച്ഛൻ രാമേന്ദ്രൻ്റെ നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ടാണ് ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതിഷേധം പോലത്തെ ഒരു നടപടി ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് പേര് ചോദിച്ചു ആദ്യം. അതിനുശേഷമാണ് മുസ്ലിം പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞത്. അപ്പോൾ താൻ മുസ്ലിം അല്ല, എന്തിനു ചൊല്ലണം എന്ന രീതിയിൽ പ്രതികരിക്കുകയും തൊട്ടടുത്ത നിമിഷം തന്നെ വെടിയുതിർക്കുകയും ആയിരുന്നു. അതിനുശേഷം മകളുടെ നേർക്കും തോക്ക് ചൂണ്ടിയെങ്കിലും അവിടെ നിന്നും അത്ഭുതകരമായാണ് ഓടി സമീപത്തെ ഹോട്ടലിലേക്ക് എത്തിയതെന്നടക്കമുള്ള
കാര്യങ്ങളാണ് ഇന്നലെ ബന്ധുക്കളോട് മകൾ ഫോണിൽ വിളിച്ച് പങ്കുവച്ചത്. പലരെയും മകനും വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു. മകൾ എന്തവസ്ഥയിലാണ്, ആ സമയത്ത് ഫോൺ ചെയ്യാൻ പറ്റുമോ എന്നതടക്കമുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. എന്നാൽ അത്തരം പ്രശ്നങ്ങളില്ല. ഇപ്പോൾ സുരക്ഷിതരാണെന്ന് അറിയിച്ചതിന് ശേഷമാണ് ബന്ധുക്കളും മറ്റും മകളെ വിളിക്കുന്നത്. മറ്റൊരു സാഹചര്യമാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒളിച്ചിരിക്കുകയോ മറ്റോ ആണെങ്കിൽ ഫോൺ വിളിച്ച് പ്രശ്നമുണ്ടാകണ്ട എന്ന് ചിന്തിച്ചതായും പറഞ്ഞിരുന്നു. ഇനി മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ബന്ധുക്കൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അത് ജില്ലാ ഭരണകൂടം അടക്കം അവിടെ നിന്നും കേന്ദ്രത്തിൽ നിന്നുള്ള അറിയിപ്പ് കൂടി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാവും തുടർ നടപടികൾ സ്വീകരിക്കുക എന്നതാണ് അറിയാൻ കഴിയുന്നതും. വിനോദ്, തീർച്ചയായും കുടുംബസമേതം യാത്രയായ രാമചന്ദ്രനെയാണ് ഭീകരവാദികൾ പേര് ചോദിച്ച് മതമേതെന്ന് ഉറപ്പാക്കി കൃത്യമായി അവരുടെ ലക്ഷ്യം അവർ സാധിച്ചെടുത്തത്. രാമചന്ദ്രനെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ഇതിന് ദൃക്സാക്ഷിയായിരുന്നു മകളും ചെറുമക്കളും. അവർ അത്ഭുതകരമായിട്ടാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. നമ്മൾ നേരത്തെ കേട്ടതാണ്, കർണാടക സ്വദേശിയായിട്ടുള്ള മഞ്ജുനാഥിനെ കൊലപ്പെടുത്തുമ്പോൾ ഭാര്യ പല്ലവി തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. മഞ്ജുനാഥിനെ പേര് ചോദിച്ച് ഹിന്ദുവാണ് എന്ന് ഉറപ്പാക്കി വെടി ഉതിർക്കുമ്പോൾ തൊട്ട് സമീപത്ത് നിന്ന പല്ലവി പറയുന്നുണ്ടായിരുന്നു, എന്നെ കൂടി വെടിവെച്ച് കൊല്ലണം. പക്ഷെ ഭീകരർ പറഞ്ഞു, നിന്നെ ഇപ്പോൾ കൊല്ലുന്നില്ല, കാരണം മഞ്ജുനാഥിനെ കൊലപ്പെടുത്തിയ വിവരം നരേന്ദ്രമോദിയോട് പറയാൻ നീ ജീവിച്ചിരിക്കണം, അതുകൊണ്ട് നിന്നെ കൊല്ലുന്നില്ല എന്നുള്ള ഭീകരമായ മറുപടിയാണ് അവർ നൽകിയത്. എന്തായാലും ഇതിന് കനത്ത തിരിച്ചടി നൽകാൻ തന്നെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പുലർച്ചെ തന്നെ ഡൽഹിയിൽ മടങ്ങിയെത്തി. അടിയന്തര മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. തുടർ നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ജമ്മു കാശ്മീരിൽ തന്നെ ക്യാമ്പ് ചെയ്ത് കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണ്, കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. എന്തായാലും മന്ത്രിസഭാ യോഗം രാവിലെ തന്നെ ചേരും.